തൊടുപുഴയിൽ വളർത്തുനായ്ക്ക് ഉടമയുടെ ക്രൂരമർദ്ദനം. ശരീരമാകെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം നായയെ ഉടമ തെരുവിൽ ഉപേക്ഷിച്ചു. വിളിച്ചിട്ട് വന്നില്ലെന്ന കാരണത്താലാണ് നായയെ മർദ്ദിച്ചത്. സംഭവത്തിൽ തൊടുപുഴ പോലീസ് കേസെടുത്തു. തൊടുപുഴ മുതലക്കോട് നിന്നുമാണ് ആനിമൽ റെസ്ക്യൂ ടീം നായയെ കണ്ടെത്തുന്നത്. നായയുടെ ദേഹമാസകലം മുറിവേറ്റിരുന്നു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് റെസ്ക്യൂ ടീം അംഗങ്ങളായ കീർത്തിദാസ്, മഞ്ജു എന്നിവർ സ്ഥലത്തെത്തി നായയെ ഏറ്റെടുത്തു. നായയെ ആശുപത്രിയിലെത്തിച്ച് ആവശ്യമായ ചികിത്സ നൽകിയ ശേഷം ഇവർ അഭയകേന്ദ്രത്തിലേക്ക് മാറ്റി. നായയുടെ തലയിൽ ഉൾപ്പെടെയാണ് പരിക്ക്. ശരീരമാകെ വെട്ടിയ പാടുകളുമുണ്ട്. ഇന്നലെ വൈകിട്ടാണ് നമുക്ക് ഒരു 5:30 കൂടിയാണ് ഒരു ഇൻഫർമേഷൻ വരുന്നത്. ഇങ്ങനെ ഒരു മുതലക്കടം ഭാഗത്തൊരു നായയ്ക്ക് പരിക്ക് പറ്റി കിടക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ അവിടെ ചെന്ന് എടുക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്കും അവിടെയുള്ള അയലക്കാർ പറഞ്ഞത് നായയെ പരിക്ക് പറ്റിയത് ഓണർ തന്നെ വെട്ടിയതാണെന്നാണ് പറഞ്ഞത്. നമ്മൾ നോക്കിയപ്പോൾ മാരകമായിട്ടുള്ള മുറിവുകളായിരുന്നു നായ്ക്കുണ്ടായിരുന്നത്. അത് കുഞ്ഞിൻ്റെ തലയിൽ സ്കള്ളിന് വരെ പൊട്ടലുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു വെട്ട് തലയിലുണ്ടായിരുന്നു. കൈയുടെ ഷോൾഡർ വെട്ടി, ഷോൾഡറിൻ്റെ ഇതിറങ്ങിപ്പോയി എല്ല് പുറത്തേക്ക് വന്ന അവസ്ഥയിൽ. പിന്നെ ആ സൈഡിൽ തന്നെ ഒരു 4-5 വെട്ടുകളുണ്ട്. മൊത്തം ഒരു 8-10 വെട്ടുകൾ ആ നായുടെ ശരീരത്തിലുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ അവിടെ നിന്ന് പറഞ്ഞപ്പോഴത്തേക്കും വിളിച്ചിട്ട് വന്നില്ല എന്നൊരു കാരണം കൊണ്ടാണ് ഈ മിണ്ടാപ്രാണികൾ ഇത്രയും വലിയ ക്രൂരത ആ ഓണർ കാണിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുഞ്ഞിനെ എടുത്ത് നേരെ ഇവിടുത്തെ തൊടുപുഴ സ്റ്റേഷനിൽ കൊണ്ടുവരികയും രാത്രിയിൽ അപ്പം തന്നെ പരാതി എഴുതി കൊടുത്ത് ഇന്ന് രാവിലെ അന്വേഷിക്കാൻ നമുക്ക് വാക്ക് തരികയും ചെയ്തിട്ടുണ്ടായിരുന്നു സാർ. ആനിമൽ റെസ്ക്യൂ ടീമിന്റെ പരാതിയിൽ നായയെ ഉപദ്രവിച്ച ഉടമയ്ക്കെതിരെ തൊടുപുഴ പോലീസ് കേസെടുത്തു. അതേസമയം തെരുവിൽ അലഞ്ഞുതിരിയുന്നതും ഉടമകൾ ഉപേക്ഷിച്ചതുമായ മൃഗങ്ങൾക്ക് അഭയകേന്ദ്രമോ ചികിത്സാ സൗകര്യങ്ങളോ ജില്ലയിൽ ഇല്ലെന്നും സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കണമെന്നും റെസ്ക്യൂ ടീം അംഗങ്ങൾ പറയുന്നു. ഇടുക്കി വിഷൻ ന്യൂസ്, തൊടുപുഴ.